നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കൊയ്തിട്ട നെല്ല് സംഭരിക്കണമെന്നാവശ്യം. കോട്ടയം പാടി ഓഫീസിന് മുന്നിൽ സമര പരമ്പര. മില്ലുടമകളെ സംരക്ഷിക്കുകയാണ് പാടി ഓഫീസറെന്ന് നെൽകർഷക സംരക്ഷണ സമിതി. ചങ്ങനാശ്ശേരി തെങ്ങണയിൽ 1.25 കിലോ കഞ്ചാവ് പിടികൂടി. മൊത്തവിതരണക്കാരൻ അസം സ്വദേശി എക്സൈസ് പിടിയിൽ. കഞ്ചാവ് വലിക്കുന്ന ഉപകരണവും പിടിച്ചെടുത്തു. അടുത്ത തീർത്ഥാടന കാലം മുതൽ ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗിന് 5 രൂപ ഈടാക്കും. തീരുമാനം ഹൈക്കോടതിയുടെ പരിഗണനയിൽ. പണം ഈടാക്കുന്നത് റിലീഫ് ഫണ്ടിനായി. കുതിച്ച സ്വർണ്ണവില. പവന് ചരിത്രത്തിലാദ്യമായി 65,000 രൂപ കടന്നു. മുന്നോട്ട് തന്നെയെന്ന് സൂചന. വാർത്തകൾ വിശദമായി. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് പാടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്തെ നെല്ല് കൊയ്ത് പാടശേഖരങ്ങളിൽ കൂട്ടിയിട്ടിട്ടും സംഭരിക്കാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ് പറഞ്ഞു. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്തെ നെല്ല് കൊയ്ത് പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് സംഭരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുട്ടനാട്ടിലെ കാർഷിക മേഖല ഇന്ന് അതീവ ഗുരുതരമായ അവസ്ഥയിലാണെന്നും ഓരോ കൃഷിക്കാരനും വളരെയേറെ കഷ്ടപ്പെട്ടാണ് കൃഷി ഇറക്കുന്നതെന്നും സമരത്തെ അഭിസംബോധന ചെയ്ത് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് പറഞ്ഞു. സംഭരിച്ച നെല്ലിന് വില നൽകാത്തതിനാൽ കൃഷിക്കാർ നട്ടം തിരിയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷിക്കാരെ സഹായിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റിന്റെ നിഷ്ക്രിയത്വം മൂലം ഈ രംഗം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് DCC രംഗത്ത് വരുമെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയ്ക്കപ്പുറം പോകാതെ നെല്ല് മുഴുവൻ സംഭരിക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമരം ഞങ്ങൾ അവസാനിപ്പിച്ചു. വളരെ വിജയകരമായിരുന്നു ഈ സമരം. ചൊവ്വാഴ്ചയ്ക്കകം നെല്ല് സംഭരിച്ചില്ല എങ്കിൽ സമരത്തിന്റെ ഗതി മാറും. ശക്തമായ മറ്റ് സമര പരിപാടികളിലേക്ക് ഞങ്ങൾ നീങ്ങും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സമരം ഏറ്റെടുത്തു. ജില്ലാ കർഷക കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് കുട്ടി മണക്കുന്നേൽ അധ്യക്ഷനായി. KPCC സെക്രട്ടറി കുഞ്ഞ് ഇല്ലമ്പള്ളി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിബി കൊല്ലാട്, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനിൽ മലരിക്കൽ എന്നിവർ പ്രസംഗിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊയ്തിട്ട നെല്ല് സംഭരിക്കണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പാടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മില്ലുകാരെ സംരക്ഷിക്കുന്ന നയമാണ് പാടി ഓഫീസർ സ്വീകരിക്കുന്നതെന്ന് ഇവർ കുറ്റപ്പെടുത്തി. കൊയ്തിട്ട നെല്ല് സംഭരിക്കണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് പാടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. അതിന്റെ പൈസ നിങ്ങൾ അടയ്ക്കണം. പാടി മാർക്കറ്റിംഗ് ഓഫീസർ പാടി മാർക്കറ്റിംഗ് ഓഫീസർക്ക് അതിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി. ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് ജെ ബ്ലോക്ക് 9,000 പാടശേഖരം. ഈ മാസം 3-ാം തീയതി ജെ ബ്ലോക്ക് 9,000 പാടശേഖരത്തെ നെല്ല് കൊയ്തു കൂട്ടിയതാണ്. 2 ആഴ്ചയോളമായിട്ടും നെല്ല് ശേഖരിക്കാൻ മില്ലുടമകൾ തയ്യാറായിട്ടില്ല. ഇതോടെയാണ് പാടി ഓഫീസർക്ക് മുന്നിൽ നെൽകർഷക സംരക്ഷണ സമിതി പ്രതിഷേധവുമായി എത്തിയത്. നെല്ല് ശേഖരിക്കാനുള്ള നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടും മില്ലുടമകളെ സംരക്ഷിക്കുകയാണ് പാടി ഓഫീസർ ചെയ്യുന്നതെന്ന് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റജീന അഷറഫ് പറഞ്ഞു. ഇന്ന് 3-ാം തീയതി കൊയ്ത പാടശേഖരമാണ്. ഇന്ന് 14-ാം തീയതിയായി. ഇതുവരെ നെല്ലെടുക്കുന്നതിനുള്ള യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. 2-3 ദിവസങ്ങളായി കളക്ടറെയും പാടി ഓഫീസറെയും മാറി ഞങ്ങൾ കണ്ട് കളക്ടർ നല്ല നെല്ലാണ് എടുക്കണമെന്ന് പാടി ഓഫീസറോട് ഫോണിലൂടെ ആവശ്യപ്പെട്ടിട്ട് പോലും പാടി ഓഫീസർ അതിന് തയ്യാറാവുന്നില്ല. ഇന്ന് പാടി ഓഫീസിൽ രാവിലെ ഞങ്ങൾ എത്തിയതാണ്. ഇപ്പോഴും മന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പോഴും ഞങ്ങൾ കർഷകർക്ക് വേണ്ടിയുള്ള സംസാരങ്ങളല്ല നടക്കുന്നത്, അവരുടെ മില്ലുകാരെ സംരക്ഷിക്കാനുള്ള സംസാരങ്ങൾ മാത്രമാണ് നടക്കുന്നത്. അതിന്റെ പുറത്ത് ബഹുമാന്യനായ കൃഷിമന്ത്രി 2 കിലോ കിഴിവ് കൊടുത്ത് നെല്ല് കൊടുക്കാനാണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഒരു കാരണവശാലും QC ചെയ്യാനും ഇനി ആരും അങ്ങോട്ട് വരണ്ട. കാരണം ഈ 11 ദിവസം ഇവരെവിടെയായിരുന്നു QC ചെയ്യാൻ? നെല്ല് കൊയ്തിട്ടാൽ പിറ്റേന്ന് വന്ന് QC ചെയ്യണം. അതല്ലാതെ ഈ 10-11 ദിവസം കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ നെല്ല് നാളെ എടുത്തു മാറാനുള്ള സംവിധാനം ഉണ്ടാകണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാടി ഓഫീസിൽ നിന്ന് പോകുന്നില്ല. ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. അറസ്റ്റ് ചെയ്താൽ അവിടെ ഞങ്ങൾ നിരാഹാര സമരം ആരംഭിക്കുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മില്ലുകാർ നെല്ല് സംഭരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടറും പാടി ഓഫീസറും ഇടപെടണമെന്ന് BJP കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ. തിരുവാർപ്പ് പാടശേഖരം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം.
കോട്ടയം തിരുവാർപ്പ് ജെ ബ്ലോക്ക് 9,000 കായൽ പാടശേഖരത്തിൽ നെല്ല് സംഭരണ പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. മില്ലുകൾ നെല്ല് സംഭരിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടറും പാടി ഓഫീസറും ഇടപെടണമെന്ന് കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ ആവശ്യപ്പെട്ടു. ജില്ലയിലെ ഏറ്റവും നല്ല ക്വാളിറ്റി കൂടിയ നെല്ലാണ് ഈ ജെ ബ്ലോക്കിലെ നെല്ല് എന്നാണ് പാടി ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ആ നെല്ല് എടുക്കണമെങ്കിൽ 3 കിലോ വരെ കിഴിവ് കൊടുക്കണം എന്ന് മില്ലുടമകൾ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു തീരുമാനമാണ് പാടി ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തൊട്ടടുത്ത പാടശേഖരങ്ങളിൽ ഇതിലും ക്വാളിറ്റി കുറഞ്ഞ നെല്ല് കിഴിവില്ലാതെ എടുത്തു എന്ന് പറയുമ്പോഴാണ് ഇത്രയും നല്ല ഈ ഒരു നെല്ല് കിഴിവോടുകൂടി എടുക്കണമെന്ന മില്ലുടമകളുടെയും അല്ലെങ്കിൽ ഇടനിലക്കാരുടെയും ശാഠ്യത്തിന് മുന്നിൽ പാടി ഓഫീസും സർക്കാരും വീണിരിക്കുന്നത്. കൃഷിമന്ത്രി ഉൾപ്പെടെ പറയുന്നത് കിഴിവോട് കൂടിയിട്ട് നെല്ലെടുക്കാൻ വേണ്ടി കർഷകർ തയ്യാറാകണമെന്നാണ്. ശുദ്ധമായ അനീതിയാണ് ഇവിടുത്തെ കർഷകരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നെല്ല് കിഴിവില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. തിരുവാർപ്പ് പാടശേഖരം ലിജിൻ ലാലിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. കർഷകരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കുമരകം മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് ശ്രീനിവാസൻ, ന്യൂനപക്ഷ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം സുമിത് ജോർജ്, ആന്റണി അറയിൽ, വിനോദ് TN, റെജിൻ K മാത്യു, ജോജോ കുര്യൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. തുടർന്ന് പാടി ഓഫീസറെ സന്ദർശിച്ച് നെൽകർഷകരുടെ പ്രതിസന്ധി വിവരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചങ്ങനാശ്ശേരി തെങ്ങണയിൽ 1 കിലോ 41 ഗ്രാം കഞ്ചാവുമായി മൊത്തവിതരണക്കാരനായ അസം സ്വദേശി പിടിയിലായി. ഇയാളുടെ പക്കൽ നിന്നും കഞ്ചാവിനൊപ്പം 10,800 രൂപയും കഞ്ചാവ് വലിക്കുന്നതിനുള്ള ഉപകരണങ്ങളും കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് കണ്ടെടുത്തു. ചങ്ങനാശ്ശേരി തെങ്ങണ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നും 1 കിലോ 41 ഗ്രാം കഞ്ചാവുമായി ആസാം സ്വദേശി പിടിയിലായി. ആസാമിലെ ദീമാംജി ജില്ലക്കാരനായ ഗുൻഖുഗ സ്വദേശി 35-കാരനായ അസിംഗ് ചങ്മയാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും കഞ്ചാവിനൊപ്പം 10,800 രൂപ, കഞ്ചാവ് ചുരുട്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവയും കണ്ടെത്തി. ഓൺലൈനിൽ നിന്നും വാങ്ങിയ ഈ ഉപകരണം ചേർത്താണ് ഇയാൾ കഞ്ചാവ് വിറ്റിരുന്നത്. അതിനാൽ തന്നെ വിദ്യാർത്ഥികളും യുവാക്കളും അടക്കമുള്ള ആവശ്യക്കാർ ഏറെയായിരുന്നുവെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പരിസരത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവും തകൃതിയായി നടക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ M നൌഷാദിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് ഇയാളെ കഞ്ചാവുമായി പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്നും കഞ്ചാവ് വാങ്ങി വിൽപ്പന നടത്തുന്ന ചെറുകിട കച്ചവടക്കാരും ഏറെയുണ്ടെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് PG, ഉദ്യോഗസ്ഥരായ അരുൺ C ദാസ്, ദീപക് സോമൻ, അരുൺലാൽ, നിഫി ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന പേരിൽ കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ജില്ല കേന്ദ്രീകരിച്ച് പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമല ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗിന് തീർത്ഥാടകരിൽ നിന്നും 5 രൂപ ഈടാക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. തീർത്ഥാടനത്തിനെത്തുന്ന ഹൃദ്രോഗം മൂലം മരിക്കുന്ന തീർത്ഥാടകർക്ക് 3 ലക്ഷം രൂപയുടെ സഹായം നൽകാൻ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്ന റിലീഫ് ഫണ്ട് രൂപീകരിക്കാനുള്ള വിഹിതം കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ശബരിമല ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗിന് തീർത്ഥാടകരിൽ നിന്നും 5 രൂപ ഫീസ് ഈടാക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ഇക്കാര്യം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് കൈമാറി. തീർത്ഥാടനത്തിനിടെ ഹൃദ്രോഗം മൂലം മരിക്കുന്ന തീർത്ഥാടകർക്ക് 3 ലക്ഷം രൂപയുടെ സഹായം നൽകാൻ ദേവസ്വം ബോർഡ് ശബരിമല റിലീഫ് ഫണ്ട് രൂപീകരിക്കുന്നുണ്ട്. ഇതിനുള്ള വിഹിതം കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് ഇക്കാര്യം ആലോചിച്ചെങ്കിലും പിന്നീട് ദേവസ്വം ബോർഡ് പിന്മാറുകയായിരുന്നു. പുതിയ തീരുമാനം നടപ്പാക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വേണം. അപകട മരണത്തിന് മാത്രം സഹായം നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് 36 പേരാണ് ശബരിമലയിൽ ഹൃദ്രോഗത്തെ തുടർന്ന് മരിച്ചത്. ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തതിനാൽ ആശ്രിതർക്ക് സഹായം നൽകാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിരുന്നില്ല. ഇതിന് പരിഹാരമായാണ് ശബരിമല റിലീഫ് ഫണ്ട് രൂപീകരിക്കുന്നത്. ദേവസ്വം ബോർഡ് തീർത്ഥാടകർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള അപകട ഇൻഷുറൻസിനുള്ള വാർഷിക പ്രീമിയവും ശബരിമല റിലീഫ് ഫണ്ടിൽ നിന്നാകും അടയ്ക്കുക. പമ്പയിൽ സന്നിധാനത്തേക്കുള്ള പാതകൾക്ക് പുറമെ കരിമല വഴിയുള്ള എരുമേലി പമ്പ കാനനപാത, പുല്ലുമേട് വഴിയുള്ള വണ്ടിപ്പെരിയാർ സത്രം സന്നിധാനം കാനനപാത, എരുമേലി നിലയ്ക്കൽ പമ്പ റോഡ് എന്നീ റൂട്ടുകളിൽ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരെയും സഹായം ലഭിക്കുന്ന വിഭാഗത്തിലേക്ക് പരിഗണിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ കുംഭപൂര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന
കുംഭകുട ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. വിവിധ പാട്ടമ്പലങ്ങളിൽ നിന്നെത്തിയ കുംഭകുട ഘോഷയാത്രകൾ ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ചു. നൂറുകണക്കിന് ഭക്തർ ഘോഷയാത്രയിൽ പങ്കാളികളായി. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കുംഭകുട ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. ദേശവഴിക്കരയിലുള്ള വിവിധ പാട്ടമ്പലങ്ങളിൽ നിന്നുള്ള കുംഭകുടങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഭാരവാഹികൾ സ്വീകരണം നൽകി. തുടർന്ന് ദേവീശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ നൂറുകണക്കിന് കുംഭകുടങ്ങൾ നിറഞ്ഞാടി. പ്രത്യേകം തയ്യാറാക്കിയ ശൂലത്തിൽ തുടർന്ന് അഭിഷേകം നടത്തി. ഇരിപ്പക്കൽ, ചിറയംവയൽ, ഓമല്ലൂപ്പറമ്പ്, കങ്ങഴ, പാമ്പാടി മഹാദേവ, ഓമല്ലൂപ്പറമ്പ്, മുളേക്കുന്ന്, ഇലക്കുടിഞ്ഞി, കങ്ങഴ, മൂലക്കര, ഓർവയൽ, ചേന്നമ്പള്ളി, ആലാമ്പള്ളി, ശ്രീഭദ്ര, പൊത്തൻപുറം എന്നിവിടങ്ങളിൽ നിന്നുള്ള കുംഭകുടങ്ങളാണ് അഭിഷേകത്തിനെത്തിയത്. വൈകിട്ട് അമ്മൻകുടവും താലപ്പൊലി ഘോഷയാത്രയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ചിറക്കടവ് വെള്ളാള സമാജം സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി എത്രയും വേഗം നിർമ്മിച്ചു നൽകുന്നതിന് ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ്. റോഡ് വീതി കൂട്ടുന്നതിനായി വിട്ടുകൊടുത്ത സ്ഥലത്ത് മണ്ണിടിച്ചിൽ മൂലം അപകട സാധ്യത മുന്നിൽ കണ്ടാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ഉത്തരവുണ്ടായത്. ചിറക്കടവ് വെള്ളാള സമാജം UP സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി അടിയന്തരമായി നിർമ്മിച്ചു നൽകാൻ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. 20 അടി പൊക്കത്തിലാണ് സംരക്ഷണ ഭിത്തി പണിയേണ്ടത്. സ്കൂളിന്റെ തെക്കുഭാഗത്തുകൂടിയുള്ള പൊന്നക്കൽ കുന്ന് കുന്നുംഭാഗം റോഡിന് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി സ്ഥലം വിട്ടു നൽകിയത് മൂലമാണ് മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ടായത്. എന്നാൽ സംരക്ഷണ ഭിത്തി പണിത് നൽകാൻ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് തയ്യാറായിരുന്നില്ല. സ്കൂൾ വിദ്യാർത്ഥികളുടെയും കാൽനടയാത്രക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടു ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് നിവേദനം നൽകിയെങ്കിലും പരിഗണിച്ചിരുന്നില്ല. തുടർന്നാണ് സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. പൊതുസുരക്ഷ കണക്കിലെടുത്ത് ഗ്രാമപഞ്ചായത്തിന്റെ തന്നെ റോഡ് മെയിന്റനൻസ് ഫണ്ടോ തനത് ഫണ്ടോ വികസന ഫണ്ടോ ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് ചിറക്കടവ് പഞ്ചായത്തിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റോഡിന് വീതി കൂട്ടുന്നതിനായി സ്ഥലം വിട്ടുകൊടുത്തുപോലും ഉണ്ടായ മണ്ണിടിച്ചിൽ മൂലമുള്ള ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് പഞ്ചായത്ത് ബാധ്യസ്ഥരാണ്. ഇത് സംബന്ധിച്ച പരാതിയിൽ ഗ്രാമപഞ്ചായത്തിലെ തന്നെ മറ്റു റോഡുകളുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണവുമായി ഇതിനെ താരതമ്യം ചെയ്ത പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം ഉചിതമല്ല. കാരണം നമ്മൾ കൊടുത്തപ്പം മറ്റ് റോഡുകളൊക്കെ നന്നാക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും ഇതിൻ്റെ അകത്ത് ഉചിതമായ കാര്യമല്ല. പൊതു സുരക്ഷ കണക്കിലെടുത്ത് ഈ റോഡിലെ സഞ്ചാരികളുടെയും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളുടെയും സുരക്ഷ കണക്കിലെടുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ റോഡ് മെയിൻ്റനൻസ് ഫണ്ടോ തനത് ഫണ്ടോ ഇതിനായി ഗ്രാമപഞ്ചായത്തിന് സർക്കാർ അനുമതി നൽകി. അപ്പം അങ്ങനെ അനുമതി നൽകി ഇത് മന്ത്രിതല അംഗീകാരത്തോടു കൂടിയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഉത്തരവിൻ്റെ കോപ്പി ഞാൻ വെച്ചത്. അപ്പോൾ അങ്ങനെയാണ് നിലവിലുള്ള സ്ഥിതി. വെള്ളാള സമാജം സ്കൂൾ ഭാരവാഹികളായ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് TP രവീന്ദ്രൻപിള്ള, സെക്രട്ടറി MN രാജരത്നം, കൺവീനർ സുമേഷ് ശങ്കർ പുഴയനാൽ, PP രാജൻ, പ്രധാനാധ്യാപിക PN സുജ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയർന്ന് സർവകാല റെക്കോർഡിലെത്തി. ആദ്യമായി പവന്റെ വില 65,000 രൂപ കടന്നു. ഒരു പവൻ സ്വർണത്തിന് വിപണി നിരക്ക് 65,840 രൂപയാണ്. ഗ്രാമിന് 110 രൂപ കൂടി 8,230 രൂപയിലെത്തി. പൊൻകുന്നം CMS LP സ്കൂളിലെ പഠനോത്സവം നടന്നു. എല്ലാ ക്ലാസ്സിലെയും കുഞ്ഞുങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. 1ാം ക്ലാസ്സിലെ പെയ്യട്ടങ്ങനെ പെയ്യട്ടെ എന്ന പാഠഭാഗത്തിന്റെ ദൃശ്യാവിഷ്കാരത്തിൽ മുത്തശ്ശിയായി കുട്ടികളോടൊപ്പം അധ്യാപിക ഷേർലിയും വേഷമിട്ടു. മഴ വന്നേ മഴ വന്നേ തെയ്തക തെയ്തക മഴ വന്നേ മഴ വന്നേ മഴ വന്നേ തെയ്തക തെയ്തക മഴ വന്നേ മഴ വന്നേ മഴ വന്നേ തെയ്തക തെയ്തക മഴ വന്നേ തെയ്തക തെയ്തക മഴ വന്നേ. ലഹരിക്കെതിരെ സന്ദേശവുമായി യൂത്ത് ഫ്രണ്ട് എമ്മിന്റെയും KSMന്റെയും നേതൃത്വത്തിൽ പാലാ കൊട്ടാരമറ്റത്ത് യുവരക്ഷാ സദസ്സ് സംഘടിപ്പിച്ചു. തെരുവ് നാടകവും ഫ്ലാഷ് മോബും ഇതിന്റെ ഭാഗമായി ഒരുക്കി.
ലഹരിക്കെതിരെ യൂത്ത് ഫ്രണ്ട് എമ്മും KSCMും സംയുക്തമായി പാല കൊട്ടാരമറ്റത്ത് യുവരക്ഷാ സദസ് സംഘടിപ്പിച്ചു. സിനിമാ സംവിധായകൻ ടോം ഇമ്പട്ടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ഫ്രണ്ട് എം ജില്ലാ പ്രസിഡന്റ് ഡിനു ചാക്കോയുടെയും KSCM സംസ്ഥാന പ്രസിഡന്റ് ബൈറ്റ് ഭട്ടനിരപ്പലിന്റെയും നേതൃത്വത്തിൽ നടന്ന യുവരക്ഷാ സദസ്സിൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ടോബിൻ ഗാലക്, സിറേക് ചാഴികാടൻ, തോമസ് പീറ്റർ, ജോസ് പാറേക്കാടൻ, ബിറ്റു വൃന്ദാവൻ, റോണി വലിയപറമ്പിൽ, ബേബി വിഴുതുവാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. MG യൂണിവേഴ്സിറ്റി ICDS MSW വിദ്യാർത്ഥികളുടെ ലഹരിവിരുദ്ധ സന്ദേശ തെരുവ് നാടകവും പാല അൽഫോൺസ കോളേജ് വിദ്യാർത്ഥിനികളുടെ ബോധവൽക്കരണ ഫ്ലാഷ് മോബും യുവരക്ഷാ സദസ്സിൽ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പാല. ഹെക്മാസ് എന്ന സംരംഭക കൂട്ടായ്മയുമായി ചേർന്ന് സംരംഭകത്വ സമ്മേളനത്തിന് പാല അൽഫോൻസ കോളേജ് വേദിയായി. പാല രൂപതാ മെത്രാൻ ജോസഫ് കല്ലറങ്ങാട്ട് സംരംഭക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ ഫാദർ ജോസഫ് തടത്തിൽ അധ്യക്ഷനായി. യുവജനങ്ങൾ തൊഴിൽ തേടുന്നവരാകാതെ തൊഴിൽ ദാതാക്കളായി പരിണമിക്കണമെന്ന ആശയമാണ് സമ്മേളനം മുന്നോട്ട് വെച്ചത്. ഡോക്ടർ ജോജോ ജെ ജോസഫ് മോഡറേറ്ററായി. എന്ന വലിയ സംരംഭത്തോട് ചേർന്നാണ് ഇവിടെ ഇന്ന് നമ്മൾ സംരംഭകരെയും സംരംഭങ്ങളെയും ഒന്നിച്ച് നിർത്താനായിട്ട് പരിശ്രമിക്കുന്നത്. ഇത് കോളേജാണ്. കോളേജ് വിദ്യാഭ്യാസത്തിൽ വലിയ ചേഞ്ചസ് NEP വഴി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഇൻറ്റേൺഷിപ്പ് നേടാനുള്ള അവസരം കൂടെ തീർച്ചയായിട്ടും ഉണ്ടാകണം. ആ ഒരു ദിശയിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുകയാണ്. കടനാട് കാവുകണ്ടം സെന്റ് മേരിയ ഗൊരോത്തി പള്ളി ഗ്രോട്ടോയുടെ ചില്ല് തകർത്ത സാമൂഹ്യ വിരുദ്ധരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. കല്ലുകൊണ്ടുള്ള അക്രമമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ആസൂത്രിതമായി ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. കാവുകണ്ടം സെന്റ് മേരിയ ഗൊരോത്തി പള്ളിയുടെ ഗ്രോട്ടോ തകർത്ത സാമൂഹ്യ വിരുദ്ധരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ആരോ കരുതിക്കൂട്ടി ചെയ്ത ഒരു ആക്രമണമാണെന്നേ ഇത് വിശ്വസിക്കാനാവൂ. നമുക്കറിയാം, വെറും കരിങ്കല്ലുകൊണ്ട് എറിഞ്ഞ് തകർത്തതാണെന്ന് ഒരിക്കലും വിശ്വസിക്കാനാവില്ല. എന്നാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ കർശനമായ അല്ലെങ്കിൽ നടപടി ഉണ്ടാവണമെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു. കോരത്തോട് കോസടി രവി ഭവനിൽ KN ചെല്ലപ്പനാചാരി നിര്യാതനായി 91 വയസ്സായിരുന്നു. സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊയ്തിട്ട നെല്ല് സംഭരിക്കണമെന്നാവശ്യം. കോട്ടയം പാടി ഓഫീസിന് മുന്നിൽ സമര പരമ്പര. മില്ലുടമകളെ സംരക്ഷിക്കുകയാണ് പാടി ഓഫീസറെന്ന് നെൽകർഷക സംരക്ഷണ സമിതി. ചങ്ങനാശ്ശേരി തെങ്ങണയിൽ 1.25 കിലോ കഞ്ചാവ് പിടികൂടി. മൊത്തവിതരണക്കാരൻ അസം സ്വദേശി എക്സൈസ് പിടിയിൽ. കഞ്ചാവ് വലിക്കുന്ന ഉപകരണവും പിടിച്ചെടുത്തു. അടുത്ത തീർത്ഥാടന കാലം മുതൽ ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗിന് 5 രൂപ ഈടാക്കും. തീരുമാനം ഹൈക്കോടതിയുടെ പരിഗണനയിൽ. പണം ഈടാക്കുന്നത് റിലീഫ് ഫണ്ടിനായി. കുതിച്ച സ്വർണ്ണവില. പവന് ചരിത്രത്തിലാദ്യമായി 65,000 രൂപ കടന്നു. മുന്നോട്ട് തന്നെയെന്ന് സൂചന. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.